ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സാഹിബിശ് ശറഇൽ ഖവീം വൽ മൻഹജിൽ മുസ്തഖീം മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, സൂറ അൻ-നിസാ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത്. ഈ സൂറയിൽ 176 ആയത്താണുള്ളത്. സൂറ അൽ മുംതഹിനക്ക് ശേഷം അവതരിച്ച സൂറയാണിത്. ഇതിലെ എല്ലാ ആയത്തുകളും മദനീയായ ആയത്തുകളാണ്. വഹിയ മദനീയത്തുൻ കുല്ലുഹ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്, മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മാ നുസിലത് സൂറത്തുൻ നിസാ ഇല്ലാ വ അന ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൻ നിസാ ഞാൻ പ്രവാചകൻ്റെ അരികിലായിരുന്നപ്പോഴല്ലാതെ അവതരിച്ചിട്ടില്ല എന്നാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ അരികിലിരിക്കുമ്പോഴാണ് സൂറ അൻ-നിസാ അവതരിച്ചതെന്നാണ് അവർ പറയുന്നത്. وقد بني النبي بعائشة في المدينة في شوال من السنة الأولى من الهجرة. വിവാഹം കഴിച്ചതിന് ശേഷം ആയിഷ ബീവിയെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിക്കൊണ്ടുവന്നത് ഹിജ്റ 1-ാം വർഷം ഷവ്വാലിലാണ് എന്ന്. ഈ സൂറയും കഴിഞ്ഞ സൂറയും തമ്മിലുള്ള ബന്ധങ്ങൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, സൂറ ആൽ ഇംറാൻ നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത് തഖ്വയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഈ സൂറ ആരംഭിക്കുന്നതോ തഖ്വയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. തഖ്വയുമായി കോർത്തിണക്കപ്പെട്ട സൂറകളാണിത്. ഈ 2 സൂറകൾ തമ്മിലുള്ള പരസ്പര ബന്ധം പ്രധാനമായും അതാണ്. രണ്ടാമത്തേത്, നമ്മൾ പഠിച്ചതുപോലെ സൂറ ആൽ ഇംറാനിൽ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് പ്രതിപാദിക്കുന്നത്. ഈ സൂറയിലും അതിലേക്കുള്ള ചില സൂചനകൾ നൽകുന്നുണ്ട്. സൂറ അൻ-നിസായിലെ 88-ാമത്തെ ആയത്ത്, ഫമാലക്കും ഫിൽ മുനാഫിഖീന ഫിഅത്തൈൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയത്തുകൾ അതിലേക്കുള്ള സൂചനയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ സൂറയിൽ നമ്മൾ ഉഹദ് യുദ്ധത്തിന് ശേഷം നടന്ന ഒരു യുദ്ധമുണ്ട്. ഗസ്വത്ത് ഹംറാഉൽ അസ്ദ് എന്നാണ് അതിൻ്റെ പേര്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറ ആൽ ഇംറാനിലെ 172-ാമത്തെ ആയത്തിൽ നമ്മളത് പഠിച്ചതാണ്. അല്ലദീന ഇസ്തജാബു ലില്ലാഹി വൽ റസൂൽ മിൻ ബഅദി മാ അസാബഹുൽ ഖർഹ് എന്നിങ്ങനെ തുടങ്ങുന്ന ആയത്താണ്. എന്നാൽ ഈ സൂറയിൽ, സൂറത്തുൻ നിസായിൽ അതിനെക്കുറിച്ച് അല്പം പ്രതിപാദിക്കുന്നുണ്ട്. നിസായിലെ 104-ാമത്തെ ആയത്താണ്. വലാ തഹിനൂ ഫി ഇബ്തിഗാഇൽ ഖൗം എന്ന് പറഞ്ഞത്. സംക്ഷിപ്തമായി ഈ സൂറയിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 8 കാര്യങ്ങളാണ് പ്രധാനമായും സൂറ അൻ-നിസാഇൻ്റെ പ്രതിപാദ്യ വിഷയം. ഒന്നാമത്തേത് അൽ അംറു ബിത്തഖ്വല്ലാഹ് ഫിസ്സിർരി വൽ അലൻ. നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, മനുഷ്യരെല്ലാം ഒരൊറ്റ ശരീരത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. തദ്കീറുൽ മുഖാത്തബീന ബി അന്നഹും മിൻ നഫ്സിൻ വാഹിദ. ഞങ്ങളൊക്കെ ഒരു നഫ്സിൽ നിന്ന്, ഒരൊറ്റ അസ്തിത്വത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന സന്ദേശം ഇതിൻ്റെ ആദ്യത്തിൽ തന്നെ നൽകുന്നു എന്നത്. മൂന്നാമത്തെ കാര്യം, കുടുംബ ബന്ധത്തിൻ്റെയും വൈവാഹിക ബന്ധത്തിൻ്റെയും ഒക്കെ ഹുക്കുമുകൾ, അഹ്കാമുൽ ഖറാബ വൽ മുസാഹറ ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നു എന്നതാണ്. നാലാമത്തേത്, അഹ്കാമുൽ അഹ്കാമുൽ അൻകിഹത്തി വൽ മവാരീസ്, വൈവാഹിക നിയമങ്ങളെക്കുറിച്ചും അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന
ഏക സൂറയാണിത്, സൂറ നിസാ. വൈവാഹിക നിയമങ്ങൾ മറ്റു സൂറകളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ മവാരിസ് അനന്തരാവകാശ നിയമങ്ങൾ വളരെ കൃത്യമായി അള്ളാഹു പ്രതിപാദിച്ച് നമ്മെ പഠിപ്പിക്കുന്ന സൂറയാണ് സൂറ നിസാ. അഞ്ചാമത്തേത് അഹ്കാമുൽ ഖിതാൽ, യുദ്ധവും അതേപോലെ തന്നെ ശത്രുക്കളെ അവരെ ഏറ്റുമുട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഹുക്കുമുകളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ്. അതേപോലെ തന്നെ ആറാമത്തേതായി വേദക്കാരുമായുള്ള ആശയ സംവാദങ്ങൾ ഈ സൂറയിൽ കടന്നു വരുന്നുണ്ട്. ഏഴാമത്തെ കാര്യം മുനാഫിഖീങ്ങൾ, കപടവിശ്വാസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. ബഅദു അഖ്ബാറിൽ മുനാഫിഖീൻ, മുനാഫിക്കുകളെ പറ്റിയ ഒരു സൂറ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് സൂറ അൽ മുനാഫിഖീൻ. മുനാഫിഖീങ്ങളെ പറ്റിയല്ല, മുഅ്മിനീങ്ങളെ പറ്റിയൊരു സൂറുണ്ട്, അതേതാണ്? സൂറ അൽ മുഅ്മിനൂൻ. അവരെ പറ്റിയല്ല, കാഫിരീങ്ങളെ പറ്റിയൊരു സൂറുണ്ട്, അതേതാണ്? സൂറ അൽ കാഫിറൂൻ. സൂറ അൽ മുനാഫിഖൂനുണ്ട്, സൂറ അൽ കാഫിറൂനുണ്ട്, അതേപോലെ തന്നെ സൂറ അൽ മുഅ്മിനൂൻ, സൂറ അൽ മുഅ്മിനൂൻ. എട്ടാമതായി അൽ കലാമു മഅ അഹ്ലിൽ കിതാബ് ഇലാ സലാസി ആയാത്തിൻ ഫി ആഖിരിഹ. ഇതിൻ്റെ അവസാനത്തെ 3 സൂക്തങ്ങൾ സൂറ നിസാഇൻ്റേത് വേദക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ തന്നെയാണ് പ്രതിപാദിക്കുന്നത്. ഇതാണ് ഈ സൂറയുടെ സംക്ഷിപ്തമായ ഉള്ളടക്കം. 176 ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരാം. പിന്നെ ഈ സൂറയെ മൊത്തത്തിൽ പരിചയപ്പെടുത്താനുള്ളത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യരിൽ പ്രധാനിയായിരുന്നു ആര്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ്റെ അരികിൽ നിന്ന് ഖുർആൻ പഠിക്കുന്നതിന് ഏറെ ശ്രദ്ധ പതിപ്പിച്ച ഒരു സഹാബിയായിരുന്നു. മാത്രമല്ല വളരെ ശ്രവണ സുന്ദരമായ നിലയിൽ ഖുർആൻ ഓതിയിരുന്ന വ്യക്തിയായിരുന്നു ആര്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്ത് കേൾക്കാൻ നബി ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ നബി ഖുർആൻ ഓതാൻ വേണ്ടി പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിയ സൂറയാണ് ഏത്? സൂറ അൻ-നിസാ. ആ സൂറ അൻ-നിസായിലെ 40 ആയത്ത് ഓതി 41ാമത്തെ ആയത്ത് പിന്നെ വരുന്നത് ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ എന്ന ആയത്താണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിക്ക് അത് ഓതിക്കൊടുത്തത്. അപ്പോൾ നബി ഈ ആയത്തെത്തിയപ്പോൾ നബിക്ക് അതിൻ്റെ ആശയവും അതിൻ്റെ സന്ദേശവും താങ്ങാനാകാതെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു പോയതൊക്കെ ഹദീസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, എല്ലാ ഉമ്മത്തിൽ നിന്നും ഓരോ സാക്ഷികളെ കൊണ്ടുവരികയും നബിയെ ഈ ഉമ്മത്തിന് സാക്ഷിയായി നിങ്ങളെ കൊണ്ടുവരികയും ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിക്കുന്ന ആ ചോദ്യരൂപത്തിലുള്ള സന്ദേശവും ആശയവും പ്രതിപാദിക്കുന്ന ഈ സൂറയാണ്. എല്ലാ റസൂലുകളും അവരവരുടെ ഉമ്മത്തുകൾക്ക് സാക്ഷിയായി ഹാജരാക്കപ്പെടുമെന്നാണ്. വലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. അല്ലാഹു പറയും, എല്ലാവരോടും ചോദിക്കും പഠിച്ചോൻ, ആരെയും വെറുതെ വിടുകയില്ല. എല്ലാ ഉമ്മത്തിലുമുള്ള വ്യക്തികളെയും അല്ലാഹു വ്യക്തിഗതമായി ചോദ്യം ചെയ്യും എന്ന പോലെ തന്നെ വലനസ്അലന്നൽ മുർസലീൻ, ആ ഉമ്മത്തുകളിലേക്കൊക്കെ അയക്കപ്പെട്ടിട്ടുള്ള എല്ലാ മുർസലുകളെയും ദൈവദൂതന്മാരെയും അല്ലാഹു എന്ത് ചെയ്യും? അവർ അവരുടെ ഉത്തരവാദിത്തം, അവരുടെ ഡ്യൂട്ടി, കർത്തവ്യം, ബാധ്യത അത് നിർവഹിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കും. ചോദിക്കാതെ, ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ പരലോകത്ത് ആർക്കും കടന്നു പോകാനാവുകയില്ല എന്ന കാര്യമാണ്, ഈ സന്ദേശമാണ് അതിലുള്ളത്. പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖുർആനുമായി അടുത്ത് ബന്ധപ്പെട്ട സഹാബിമാർ ആണ് ഇവരൊക്കെ. ഒന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ അഗ്രഗണ്യനും ശ്രേഷ്ഠനും അതിൻ്റെ നേതാവുമായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സൂറയിലെ 8 ആയത്തുകൾ ഈ ഭൂമിയിലുള്ള മുഴുവൻ വിഭവങ്ങളെക്കാൾ
അല്ലെങ്കിൽ ഈ ഇഹലോകത്തേക്കാൾ എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നുണ്ട്. 8 ആയത്തുകൾ. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ, നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒന്ന് ഇതിലെ 31-ാമത്തെ വചനമാണ്. 31-ാമത്തെ വചനം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ മനുഷ്യർക്ക് ഏറ്റവും ലളിതമായി എളുപ്പമായി കൊണ്ടാണ് അവൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പ്രതിപാദിക്കുന്ന 31-ാമത്തെ ആയത്ത് ഇതാണ്. ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിലുകും മുദ്ഖലൻ കരീമാ. 31-ാമത്തെ ആയത്തിൻ്റെ സന്ദേശം അതാണ്. ഇൻ തജ്തനിബൂ, നിങ്ങൾ വെടിയുകയാണെങ്കിൽ, കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് അല്ലാഹു വിലക്കിയിട്ടുള്ള വലിയ പാപങ്ങളൊക്കെ നിങ്ങൾ വെടിയുകയാണെങ്കിൽ. വലിയ പാപങ്ങളായിട്ടുള്ള പാപങ്ങളില്ലേ, സബുൽ മോബിക്കാത്ത് അടക്കം ഉള്ള പാപങ്ങളാണിത്. വൻ പാപങ്ങൾ. വൻ പാപങ്ങളിൽ ഏറ്റവും വലിയത് ഏതാണ്? റസൂലുള്ളാഹി പറഞ്ഞു, ഇജ്തനിബു അസ്സബഅൽ മോബിക്കാത്ത്. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ വൻ പാപങ്ങൾ വെടിയുക. ഖീല വമാ ഹുന്ന യാ റസൂലല്ലാഹ്, ഏതൊക്കെയാണത് റസൂലേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തു. എന്താണ്? ഒന്ന് അശ്ശിർക്ക്, ഒന്നാമത്തേത് എന്താണ്? ഷിർക്കാണ്. രണ്ടാമത്തേതോ അസ്സിഹിർ, സിഹിറിലും എന്താണ് വരുന്നത്? ഷിർക്കാണ് വരുന്നത്. പിന്നെ മൂന്നാമത്തേത് ഖത്ലുൻ നഫ്സ്, മനുഷ്യരെ വധിച്ചു കളയുക എന്നുള്ളതാണ്. വഅക്ലു മാലുൽ യതീം, അനാഥ സ്വത്ത് തിന്നുക എന്നുള്ളതാണ്. പിന്നെ വഅക്ലു റിബ, പലിശ തിന്നുക എന്നുള്ളതാണ്. പിന്നെ വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, വിശുദ്ധകളായ പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ചുള്ള ദുരാരോപണം പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഏഴാമത്തേതോ അത്തവല്ലി യോമുസ്സഹഫ്, ഒരു യുദ്ധമുന്നണിയിൽ നിന്ന് ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ആ മുന്നണിയിൽ നിന്ന് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക, അതിനെ അവഗണിക്കുക എന്നുള്ളതാണ്. ഇതാണ് സബുൽ മൂബിക്കാത്തായിട്ട് പറയുന്നത്. കബായിറുൽ ഇസ്മ, വൻ പാപങ്ങൾ, അത് നിങ്ങൾ വെടിയുകയാണെങ്കിൽ. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു, അല്ലാഹു നമുക്ക് നൽകിയ ഓഫർ എന്താണെന്നോ? നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങളെ അവൻ നിങ്ങൾക്ക് മായ്ച്ചു കളയും, അവൻ നിങ്ങൾക്ക് പുറത്തു തരും. വനുദ്ഖിലുകും മുദ്ഖലൻ കരീമാ, അല്ലാഹു മാന്യമായ ഒരു പ്രവേശന സ്ഥലത്ത് നിങ്ങളെ പ്രവേശിപ്പിക്കും. അതേതാണ്? സ്വർഗം, സ്വർഗത്തിലേക്ക്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? വൻ പാപങ്ങളിൽ നിന്ന് പരമാവധി, അതുകൊണ്ട് ചെറിയ പാപമോ, ഇന്നിപ്പോൾ ഒരു പോയിന്റ് കിട്ടി ഈ ക്ലാസ്സിൽ, ചെറിയ പാപങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നതിന് വലിയ വിരോധമൊന്നുമില്ല എന്ന് കരുതി നമുക്ക് നിൽക്കരുത്. കാരണം എന്താണ്? ചെറിയ ചെറിയ കൊച്ചു 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 പാപങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കുമ്പാരമായി വരുമ്പോഴാണ് അതാണ്. ഈ മല, വലിയ മല, ഇപ്പോൾ ഒരു ഉരുൾ പൊട്ടിയത് നമ്മൾ കണ്ടില്ലേ? ഈ മലൻ്റെ ഉള്ളിൽ ഒരു മലയായി, ഒരു വലിയ പർവ്വതമായി വരുന്നത് ചെറിയ കല്ലുകൾ ഇങ്ങനെ ഒരുമിച്ച് ഒരു കൂട്ടിയാണ് അതെന്താണെന്ത്? ഒരു വലിയ മലയാകുന്നത്. അപ്പോൾ നമുക്ക് താങ്ങാനാവാത്ത ഭാരമായി നമ്മുടെ ചെറുപാപങ്ങൾ വരാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം താക്കീത് നൽകിയിട്ടുണ്ട്. പിന്നെ 40-ാമത്തെ വചനം, അത് നമുക്ക് ഓരോന്ന് ആ സമയത്ത് വിശദീകരിക്കാം അല്ലേ? അത് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. പിന്നെ 48-ാമത്തെ വചനം, 64-ാമത്തെ വചനം, പിന്നെ 110, 116 വചനങ്ങൾ. എത്രയായി? 8 ആയത്തുകൾ എന്ന് പറഞ്ഞത്. 26, 27, 28 അത് ഒരുമിച്ചുള്ള ആയത്തുകളാണ് കേട്ടോ. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഈ 3 ആയത്തുകൾ 26, 27, 28. ഇരുപത്താറാമത്തെ വചനം, അതാണ് ഞാൻ യുസ്റിനെ കുറിച്ച് പറഞ്ഞത്. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും വയതൂബ അലൈക്കും. അല്ലാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്
ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പൂർവികരായ ആളുകളുടെ സുനനുകൾ, അവരുടെ ചര്യകളെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുവാനും നിങ്ങളെ സന്മാർഗത്തിലാക്കുവാനും നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുവാനും തൗബ സ്വീകരിക്കുവാനുമാണ്. വല്ലാഹു അലീമുൻ ഹക്കീം. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് തൗബ ചെയ്ത് തരാനാണ്, നിങ്ങളുടെ തൗബ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വയുരീദുല്ലദീന യത്തബിഊന ശഹവാത്ത്, എന്നാൽ തന്നിഷ്ടങ്ങളെ പിന്തുടർന്നു പോകുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്തമീലു മൈലൻ അലീമ, ഈ സന്മാർഗത്തിൽ നിന്ന് ചാഞ്ഞു പോകാൻ വേണ്ടിയാണ്, വ്യതിചലിച്ചു പോകാൻ വേണ്ടിയാണ്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാ കാര്യവും അത് ലഘുവാക്കി തീർക്കാൻ, അതിനെ ചെറുതാക്കി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഖഫീഫ് എന്ന് പറഞ്ഞാൽ ഭാരമില്ലാത്തതാക്കി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾക്കൊരു ഭാരമാകാൻ പാടില്ല ജീവിതത്തിൽ എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്? വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ അള്ളയല്ലേ സൃഷ്ടിച്ചത് അല്ലേ? മനുഷ്യന് എന്തൊക്കെ താങ്ങാൻ കഴിയും, എന്തൊക്കെ കഴിവാണ് അവനുള്ളതെന്ന് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. മനുഷ്യനെ ദുർബലനായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മുടെ ശക്തിയും കഴിവും ഒക്കെ അറിയുന്ന അള്ളാഹു എല്ലാം നമുക്ക് ലഘുവാക്കി തീർക്കുവാനും നമുക്ക് താങ്ങാനാവുന്ന കാര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. ഈ ആയത്തുകളൊക്കെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഏറെ ഇഷ്ടം ഉള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുകൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറ നിസാ നമുക്ക് ഓരോ ആയത്തുകളുമായി വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. അന്നാസ് എന്നുള്ളത് ഇസ്മുല്ലിൽ ജിൻസിൽ ബഷരീന, മനുഷ്യവർഗത്തിൻ്റെ ഇസ്മാണിത്. നാസ് എന്നുള്ളത് മനുഷ്യരെ എന്നാണ് പറയുന്നത്, മനുഷ്യവർഗത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ എന്നുള്ളതിന് എന്താണ് അറബി പറയുക? മനുഷ്യൻ എന്നൊരു സൂറ ഉണ്ട് അല്ലേ? അൽ ഇൻസാൻ, സൂറ അൽ ഇൻസാൻ ഉണ്ട്, അതാണ് സൂറ അദ്ദഹർ. ഇവിടെ വഹുവൽ ഹയവാനുൻ നാത്തിഖുൽ മുൻതസിബുൽ ഖാമ അല്ലദീ യുത്ലഖു അലൈഹി ഇസ്മു ഇൻസാൻ, അതാണ് ഹയവാൻ. നാത്തിഖ് എന്ന മനുഷ്യനെ പറയാം, സംസാരിക്കുന്ന ജീവി. ഇപ്പോൾ ലോകത്ത് സംസാരിക്കുന്ന ഏക ജീവി ആരാണ്? മനുഷ്യനാണ്. വസ്ത്രം ധരിക്കുന്ന ഏക ജീവി ആരാണ്? മനുഷ്യനാണ്. വാഹനം കയറുന്ന ഏക ജീവി ആരാണ്? മനുഷ്യനാണ്. അങ്ങനെ മനുഷ്യന് മാത്രമുള്ള യാത്ര ചെയ്യുന്ന ജീവി എന്ന് പറഞ്ഞാൽ പറ്റൂല. യാത്ര മൃഗങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ? വലിയ ദേശാന്തര യാത്രകൾ, ദേശാന്തര ഗമനം നടത്തുന്ന മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ജലാശയ ജീവികളുണ്ട്, മത്സ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളും ഇങ്ങനെ നാടുവിട്ടൊക്കെ പോകുന്നുണ്ട്. ഒരു വാഹനമേറി യാത്ര ചെയ്യുന്ന ഏക ജീവി ആരാണ്? മനുഷ്യനാണ്. വേറെ ഏതെങ്കിലും ജീവികൾ വാഹനത്തിൽ കയറുന്ന കണ്ടിട്ടുണ്ടോ? പക്ഷെ ജീവികളെ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? വാഹനമാക്കുന്നുണ്ട്. ജീവികളെ മനുഷ്യൻ വാഹനമാക്കുന്നുണ്ട്. ഒരൊറ്റ ജീവിയും വേറൊരു ജീവിയുടെ പുറത്ത് കയറി എന്ത് ചെയ്യുന്നില്ല? യാത്ര ചെയ്യുന്നില്ല. ചിരിക്കുന്ന ഏക ജീവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാരാണ്? മനുഷ്യനാണ്. ഇങ്ങനെ മനുഷ്യന് മാത്രമുള്ള പ്രത്യേകത ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഏതായാലും മുഴുവൻ മനുഷ്യവർഗത്തെയും സംബോധന ചെയ്തുകൊണ്ട്
അള്ളാഹു ആരാണ് മനുഷ്യർ എന്ന കാര്യമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇപ്പം അധികം ആൾക്കാരും എന്ത് ചെയ്യുന്നില്ല, മനുഷ്യന്മാർക്ക് ആരാണ് മനുഷ്യന്മാർ എന്ന് ഇതുവരെ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. യാ യുഹന്നാസ്, മനുഷ്യ വർഗമേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം. നിങ്ങൾ റബ്ബിനെ എന്നാണ്, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് ആര്? റബ്ബ്. അങ്ങനെയുള്ള റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് നമ്മുടെ സൃഷ്ടിപ്പിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലദീ ഖലഖക്കും, അവനാകുന്നു നിങ്ങളെ സൃഷ്ടിച്ചവൻ. നമ്മളെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ലോകത്തെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ലോകത്തുള്ള എല്ലാം സൃഷ്ടിച്ചതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ലോകത്തുള്ളതെല്ലാം എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്? ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. വല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി, ഭൂമിയുള്ളതെല്ലാം എല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങളെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? മിൻ നഫ്സിൻ വാഹിദാണ്, ഒരൊറ്റ അസ്തിത്വത്തിൽ നിന്നാണ്. നഫ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാവ് എന്ന് മാത്രമല്ല കേട്ടോ, നഫ്സിന് ആത്മാവ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ശരീരം എന്നർത്ഥത്തിലും എന്ത് വരുന്നുണ്ട്? നഫ്സ് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടിയ അസ്തിത്വം എന്ന നിലക്കും എന്ത് പറയുന്നുണ്ട്? നഫ്സ്. അപ്പോൾ ഇതാണ് മിൻ നഫ്സിൻ വാഹിദ. ആ നഫ്സിൻ വാഹിദ ആരാണ്? ഖുർആൻ നമുക്ക് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു തരുന്ന ആയത്തുകളിൽ നിന്നൊക്കെ നഫ്സുൻ വാഹിദ എന്ന ഈ ഏക അസ്തിത്വം ആരാണ് ശരിക്ക്? ആദ്യം അള്ളാഹു സൃഷ്ടിച്ചത്, ഒന്നാമത്തെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ആദം. ഒന്നാമത്തെ സൃഷ്ടിയല്ല, മനുഷ്യരെ സൃഷ്ടിക്കാൻ അള്ളാഹു തുടങ്ങിയതിൽ ഒന്നാമത്തെ സൃഷ്ടി നടത്തുന്നത് ആരെയാണ്? ആദി പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് എന്നാണ് ഖുർആൻ. അത് വേറെ ഒരു സൃഷ്ടിപ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൈ കൊണ്ട് ഞാൻ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ നമ്മളെ കൈ മാതിരിയാണോ? ഇല്ല, നമ്മുടെ കയ്യിന് വിരലുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ആകൃതിയൊക്കെ ഉണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ കൈ യദ് എന്ന് പറഞ്ഞാൽ, യദുല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ പോലെയല്ല. കാരണം എന്താ? അള്ളാഹുവിനെ പോലെ മറ്റൊന്നും തന്നെ ഇല്ല. ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു രൂപമില്ലാത്തവനാണ് ആര്? അള്ളാഹു. അരൂപിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അള്ളാഹ് നമുക്ക് കാണാൻ കഴിയോ? അല്ലേ? നമ്മളെ ആര് കണ്ടുകൊണ്ടിരിക്കുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുന്നു. ലാ തുദ്രിക്കുഹുൽ അബ്സാർ. നഫ്സുൻ വാഹിദ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം. വഖലഖ മിൻഹാ, ആ ഒരു നഫ്സിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു ആരെ? സൗജഹ, ഇണയെ. ആ മനുഷ്യനെ ആദ്യം ആരെ ആണ് ആദ്യം സൃഷ്ടിച്ചത്? ആണിനെയാണ് ആദ്യം സൃഷ്ടിച്ചത്. അതാണ് ആര്? ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് തന്നെയാണ് ആരെ സൃഷ്ടിച്ചത്? ഇണയെ സൃഷ്ടിച്ചത്. അപ്പോൾ ആണിൽ നിന്നാണ് പെണ്ണുണ്ടായത്. ആണില്ലെങ്കിൽ ആരില്ല? പെണ്ണില്ല. ആണില്ലെങ്കിൽ പെണ്ണില്ല. ആദം അലൈഹിസ്സലാമിൽ നിന്നാണ് വ ഖലഖ മിൻഹാ സൗജഹ. അപ്പോൾ രണ്ടാമത്തെ സൃഷ്ടിപ്പ് അതാണ്, ഇണയെ സൃഷ്ടിച്ചു. പിന്നെന്ത് ചെയ്തു? വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അവർ രണ്ടുപേരിൽ നിന്നുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും വ്യാപിപ്പിച്ചു എന്നാണ്. അപ്പോൾ അവരിൽ നിന്ന് അവരുടെ സന്താനങ്ങൾ സന്താന പരമ്പരകളായി. ബസ്സ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും വിതറി എന്നാണ്. നമ്മളിങ്ങനെ വിതറുമല്ലോ, അരി ഒരു പൊടി അരി എടുത്തിട്ട് അതിനെങ്ങനെയാണ് വിതറിയാൽ എങ്ങനെ ഉണ്ടാകും? അതേമാതിരി പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ മനുഷ്യരെ എന്ത് ചെയ്തു? വിതറി. ബസ്സ, വ്യാപിപ്പിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും. അപ്പോൾ സ്ത്രീകളും ധാരാളമുണ്ട്, പുരുഷന്മാരും ധാരാളം. കസീർ, ചിലപ്പോൾ സ്ത്രീകളായിരിക്കും പുരുഷന്മാരെക്കാൾ കൂടുതലായി ഉണ്ടാവുക. ഇപ്പം കൂടുതൽ അത് നോക്കുകയാണെങ്കിൽ ആരാണ് കൂടുതലുള്ളത്? കേരളത്തിൽ സ്ത്രീകളോ പുരുഷന്മാരോ കൂടുതൽ?
സ്ത്രീകളാണ് കൂടുതൽ. ഈ ക്ലാസ്സിൽ പുരുഷന്മാരോ സ്ത്രീകളോ കൂടുതൽ? കേരളം പോട്ടെ, ഈ ക്ലാസ്സിൽ, ഈ ഖുർആൻ ക്ലാസ്സിൽ ഞാൻ കുറേ കാലം ഇങ്ങനെ തലെണ്ണിയുണ്ട്, പെട്ടെന്ന് എനിക്ക് എണ്ണം കിട്ടും ഇങ്ങനെ നോക്കിയാൽ. എല്ലായിടത്തും ആരാണ് കൂടുതൽ? സ്ത്രീകളാണ് കൂടുതൽ അല്ലേ? അപ്പോൾ സ്ത്രീകളെ നമുക്കത് അള്ളാഹു അതിൻ്റെ റേഷ്യോ കണക്കാക്കിയിട്ടുണ്ടാവും. അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, അതിലിപ്പോൾ നമ്മൾക്ക് കയ്യിൽ കണക്കാക്കാൻ പ്ലാനിങ്, ഫാമിലി പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നടത്തുന്നുണ്ടല്ലോ. ഈ കാര്യങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതില്ല. ഈ കാര്യങ്ങളൊക്കെ ആരാണ് പ്ലാൻ ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പ്ലാൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര മക്കളുണ്ടാകണമെന്ന് എല്ലാം സൂറത്തു തലാഖ് നമ്മൾ പഠിച്ചില്ലേ? സൂറത്തു തലാഖിൻ്റെ അവസാന ഭാഗം പറയുന്നത് എന്താണെന്ന്, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ പറഞ്ഞു തരുന്നുണ്ട്. എത്ര സാധനങ്ങൾ, എത്ര എണ്ണം വേണം എന്ന് ആര് കണക്കാക്കുന്നുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ചിലയിൽ നമ്മൾ ഇടപെടും. അള്ളാഹ് ഇടപെടുന്ന കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ആകെ താളം തെറ്റി, എല്ലായിടത്തുള്ള താളം തെറ്റുന്നതാണല്ലോ. ഇപ്പോൾ നമ്മുടെ ജുമാക്ക് മിക്കവാറും എല്ലാ ദിവസവും ഓതുന്ന അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എങ്ങനെയാണ് അതിൻ്റെ സൃഷ്ടിപ്പ്? അപ്പോൾ ഒട്ടകങ്ങളുടെ സൃഷ്ടിപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒട്ടകങ്ങളുടെ ബാഹ്യമായ രൂപത്തെ മാത്രം പഠിക്കാനല്ല പറയുന്നത്, ആന്തരികമായ രൂപത്തെ മാത്രം പഠിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. പിന്നെയോ ഒട്ടകങ്ങളുടെ സ്വഭാവവും കൂടി എന്ത് ചെയ്യണം? പഠിക്കണം. ഒട്ടകം കടിക്കും, മനുഷ്യനെ കടിച്ചിട്ട് കൊല്ലും കേട്ടോ. അതൊക്കെ അനുഭവപ്പെടുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, അറിയുള്ളൂ. ഒട്ടകങ്ങളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ സ്വഭാവം എന്താണ്? നല്ല ഇണങ്ങി ജീവിക്കുന്ന സാധുവായ ജീവിയാണ് എന്നതുപോലെ തന്നെ അതിൻ്റെ വേറെ സ്വഭാവമാണ് എന്ത്? ഒട്ടകത്തെ ദ്രോഹിച്ചാലും എന്ത് ചെയ്യും? അത് തിരിച്ചടിക്കും എന്നുള്ളതും കൂടി നമ്മൾ പഠിക്കണം. അത് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ആയത്ത്, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വൈലസ് സമായി കൈഫ, ആകാശം അത് എങ്ങനെയാണ് അള്ളാഹു ഉയർത്തി ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തേത് വൈലൽ അർളി, ഭൂമി എങ്ങനെയാണ് അവൻ വിധാനിച്ചു തന്നിട്ടുള്ളത് എന്നും നിങ്ങൾ ചിന്തിച്ച് പഠിക്കണമെന്നാണ്. ഭൂമി വിധാനിച്ചു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ പർവ്വതങ്ങളുണ്ട്, മലകളുണ്ട്, മലഞ്ചെരുവുകളുണ്ട്, സമതലങ്ങളുണ്ട്, മരുഭൂമിയുണ്ട്, തീരപ്രദേശങ്ങളുണ്ട്, മണ്ണിന് തന്നെ പല സ്വഭാവമുണ്ട്. കളിമണ്ണുണ്ട്, എക്കൽ മണ്ണുണ്ട്, ഉറച്ച മണ്ണുകളുണ്ട്, പീഠഭൂമികളുണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിത പരിസരത്തെ ശരിക്ക് പഠിച്ചിട്ട് എന്ത് ചെയ്യണം? മനുഷ്യരായ നമ്മൾ ഇടപെടുകയാണെങ്കിൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഇടപെടുമ്പോൾ എന്തുണ്ടാകും? നമ്മൾ നമ്മുടേതായ ഇടപെടലുകൾ നടത്തുമ്പോഴാണ് മനുഷ്യന് അപകടം ഉണ്ടാകുക. ഭൂമി നമ്മളെ കടിക്കുമെന്ന് പറയും, ഒട്ടകം കടിക്കുമെന്ന് പറഞ്ഞില്ലേ? ആ ഭൂമിയെ അങ്ങോട്ട് ദ്രോഹിച്ചാൽ ഭൂമി നമ്മളെയും ദ്രോഹിക്കും എന്ന് ഖുർആൻ്റെ ആയത്താണ് പറയുന്നത്. ഇത് നമ്മളങ്ങനെ ഓതിപ്പോണേ ഉള്ളൂ. എവിടെ ഒരു സംഗതി, ഇതാ എഞ്ചിനീയർമാർ ഇവിടെ ഉണ്ട്, എന്തൊരു സംഗതി എവിടെ ഉണ്ടാക്കുകയാണെങ്കിലും എങ്ങനെ അവിടെ മനുഷ്യന് വാസയോഗ്യമാകുന്ന വിധത്തിൽ അവൻ്റെ വീടുകൾ ഉണ്ടാക്കണം, അവൻ്റെ താമസ സൗകര്യങ്ങളും അവൻ്റെ കേന്ദ്രങ്ങളും ഉണ്ടാക്കണം എന്ന് പഠിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കണം. പരിക്കാർക്ക് പറ്റാൻ പാടില്ല. അതിനെക്കുറിച്ച് സത്തഹ എന്ന് പറഞ്ഞാൽ അതാണ്. ഭൂമിയെ അള്ളാഹു എങ്ങനെയാണ് നിങ്ങൾക്ക് വിധാനിച്ചു തന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ ശരിക്ക് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ അതിനെന്ത് ചെയ്യേണ്ടത്? ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന ഒരു സന്ദേശമാണ്. ഞാനിപ്പോൾ എന്തിനാണ് വന്നത്? ആണിൽ നിന്ന് പെണ്ണിനെ സൃഷ്ടിച്ചു, ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ധാരാളം സ്ത്രീ പുരുഷന്മാരെ, റിജാലുൻ കസീർ വ നിസ. നിസ എന്ന പദം ഇവിടെ വന്നു അല്ലേ? ഒരാണ് എന്നുള്ളതിന് അറബിയിൽ എന്ത് പദ പ്രയോഗിക്കുന്നത്? റജുലുൻ. എന്താണ്? റജുലുൻ.
അതിൻ്റെ ബഹുവചന രൂപമാണെന്ത്? റിജാൽ എന്നുള്ളത്. അതേപോലെ തന്നെ സ്ത്രീ എന്നുള്ളതിനോ? സ്ത്രീ എന്നുള്ളതിന് ബഹുവചനം അവിടെ വന്നിട്ടുള്ളത് നിസാഉൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീകൾ എന്നാണ്. അപ്പം സ്ത്രീ എന്നുള്ളതിൻ്റെ ഏകവചനം എന്താണ്? മർഅത്ത് എന്നാണ്. മർഅത്ത് എന്നും പറയും, ഇംറഅത്ത് എന്നും പറയും. മർഅത്ത് ഇംറഅത്ത് എന്നതിൻ്റെ ബഹുവചന രൂപമാണിത് നിസാ. ഇനി എന്നാൽ നോക്കൂ, ഇതിൻ്റെ പുല്ലിംഗ രൂപം വേറെ വരുന്നുണ്ട്. മർഅത്തുൻ എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപം മർഉൻ എന്നാണ്. യൗമ യഫിറുൽ മർഉ മിൻ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബത്തിഹി വ ബനീഹി. പിന്നെ പറയുന്ന നോക്കൂ, ലികുല്ലി ഇംറിഇൻ. ഒരായത്തിൽ തന്നെ മർഉൻ എന്ന് പറഞ്ഞു, ഇംറുഉൻ എന്ന് പറഞ്ഞു. ആണ്, പുരുഷൻ. ലികുല്ലി ഇംറിഇൻ. ഇംറുഇൻ്റെ സ്ത്രീലിംഗമാണെന്ത്? ഇംറഅത്ത്. മർഇ എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് മർഅത്ത്. ഇംറഅത്തിൻ്റെയും മർഅത്തിൻ്റെയും ബഹുവചന രൂപം എന്താണ്? നിസാന. അപ്പം ഇതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും. അപ്പം മൂന്നാമത്തെ സൃഷ്ടിപ്പ്, ഒന്ന് ആദമിനെ സൃഷ്ടിച്ചു, രണ്ട് ആദമിൽ നിന്ന് ആരെ സൃഷ്ടിച്ചു? ഹവ്വയെ സൃഷ്ടിച്ചു അലൈഹിമുസ്സലാം. പിന്നീട് അവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും ധാരാളം സ്ത്രീ പുരുഷന്മാരെ സൃഷ്ടിച്ചു. ഇനി ഒരു സൃഷ്ടിപ്പും കൂടി മനുഷ്യൻ്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? അപ്പോൾ സ്ത്രീയും പുരുഷന്മാരും ഒരുമിച്ച് കൂടി സ്ത്രീകളും പുരുഷന്മാരും ധാരാളമായി ഉണ്ടായി. എന്നാൽ പുരുഷനെ കൂടാതെ അല്ലാഹു ഒരു സ്ത്രീയിൽ നിന്നും ഒരാൾക്ക് ജന്മം നൽകി. അതാരാണ്? അതൊരൊറ്റ തവണയെ നടത്തിയിട്ടുള്ള ആ സൃഷ്ടിപ്പ്. അത് മറിയം അലൈഹസ്സലാമയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. മറിയം ബീവിയിൽ ഒരു സ്ത്രീയിൽ നിന്ന് മാത്രമായി, അപ്പോൾ പുരുഷനിൽ നിന്ന് മാത്രമായി അല്ലാഹു സ്ത്രീയെ സൃഷ്ടിച്ചു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. അതേപോലെ തന്നെ സ്ത്രീയിൽ നിന്ന് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെയും സൃഷ്ടിച്ചു. ഈ 4 രൂപത്തിലാണ് മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ എന്ത് വേണം? ഇതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. സൃഷ്ടാവായ ഖാലിഖായ റബ്ബായ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അവൻ ആരാണ്? അല്ലദീ തസാഅലൂന ബിഹി. അവനെ കൊണ്ടാണല്ലോ നിങ്ങൾ പരസ്പരം ചോദിക്കുന്നത്. പഠിച്ചവൻ്റെ പേര് പറഞ്ഞല്ലേ, സഅല തസാഅല, നിങ്ങൾ പരസ്പരം ചോദിക്കുന്നു. വൽ അർഹാം, പിന്നെന്തിനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്? രക്തബന്ധങ്ങളെയും. റഹിം എന്ന പദത്തിന് ശരിക്ക് അറബിയിൽ ഗർഭപാത്രം എന്നാണ് അർത്ഥം. ഗർഭപാത്രം. അപ്പം രക്തബന്ധങ്ങളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ രക്തബന്ധമുള്ള ആൾക്കാരാരാ? നമ്മൾ മുസ്ലിങ്ങൾ മാത്രം പരസ്പരം രക്തബന്ധമുള്ള ആൾക്കാരാ? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും റഹമുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആരുടെ റഹമുമായി, ആരുടെ ഗർഭപാത്രവുമായി കണക്ട് ചെയ്യപ്പെട്ടവരാണ് ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും? ആരുടെ ഗർഭപാത്രവുമായി കണക്ട് ചെയ്യപ്പെട്ടവരാണ്? ആദിമാതാവിൻ്റെ ഹവ്വ അലൈഹിസ്സലാമിൻ്റെ ഗർഭപാത്രവുമായി കണക്ട് ചെയ്യപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ ആദ്യം തന്നെ അല്ലാഹു പറയുന്നത് യാ അയ്യുഹന്നാസ്, മാനവ സമൂഹമേ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബന്ധാണ് ഇവിടെയും പറയുന്നത്. തസാഅലൂന ബിഹി വൽ അർഹാം. ആ ഗർഭപാത്രത്തിൽ കിടക്കാതെ ഇവിടെ ഉണ്ടായ 2 മനുഷ്യന്മാരേ ഉള്ളൂ. ഗർഭപാത്രത്തിലൂടെ അല്ലാതെ ഈ ഭൂമുഖത്തേക്ക് വന്ന 2 മനുഷ്യന്മാരേ ഉള്ളൂ. അതാരാണ്? ഒന്ന് ആദം നബി, ആദി പിതാവ്. രണ്ടാമത്തേതോ ഹവ്വ അലൈഹിസ്സലാം. പിന്നെ അവരിൽ നിന്ന് മൂന്നാമത്തെ ഒരു മനുഷ്യജന്മം ഉണ്ടാകുന്നത് ആരുടെ ഗർഭപാത്രത്തിലൂടെ വളർന്ന് ജന്മം കൊണ്ടാണ്?
ആദിമാതാവിൻ്റെ ഗർഭപാത്രത്തിലൂടെ വളർന്ന് ജന്മം കൊണ്ടാണ് മൂന്നാമത്തെ ഒരു മനുഷ്യ സന്തതി ഈ ഭൂലോകത്ത് പിറന്നു വരുന്നത്. അതും എങ്ങനെ? ഒരാളല്ല വന്നത്, ഇരട്ടിയായിട്ടാണ് വന്നത്. ആദ്യത്തെ പ്രസവമൊക്കെ എങ്ങനെയായിരുന്നു? ട്വിൻസായിരുന്നു. അതും എങ്ങനെയായിരുന്നു? ആണും പെണ്ണുമായിട്ടായിരുന്നു. ഒരാണും ഒരു പെണ്ണും. ട്വിൻസ് എങ്ങനെ ഉണ്ടാവില്ലേ? ട്വിൻസ് ആകുമ്പോൾ ഇരട്ട കുട്ടികൾ ആണ് മാത്രം ഉണ്ടോ? അതാ അവർ അല്ലേ? മോൻ്റെ പേരെന്താ? അസ്മൽ. എൻ്റെ പേര്? എത്ര വയസ്സായി അവർക്ക്? മാഷാ അല്ലാഹ്. ആര മക്കളാ? ഇതാര മക്കളാ? മോളെത്തിയ? ഓക്കെ ഓക്കെ. അപ്പോൾ ഗൾഫിലാ? വിദേശത്താ? ഓക്കെ ഓക്കെ. അൽഹംദുലില്ലാ. ഖുർആൻ ക്ലാസ്സിൽ മുന്നിൽ തന്നെ വന്നിരിക്കണല്ലേ? ബാറക്കല്ലാഹു ലക്കുമാ. പഠിച്ചവൻ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ആണും പെണ്ണുമായിട്ടല്ലേ അവരിൽ നിന്നാണ്. പിന്നെ അന്നിപ്പോൾ ബ്രദറും സിസ്റ്ററും തമ്മിൽ വിവാഹം കഴിക്കണം. അന്നത്തെ വിവാഹ നിയമം അങ്ങനെയാണ്. അന്നത്തെ വിവാഹ ശരീഅത്ത് അങ്ങനെയാണ്. ആദ്യകാലങ്ങളിലെ വിവാഹ ശരീഅത്താണ് അപ്പോഴുള്ളത്, നിയമങ്ങളാണ് അപ്പോഴുള്ളത്? അല്ല, അന്ന് സഹോദരനും സഹോദരിയും തമ്മിൽ കല്യാണം കഴിക്കണം. അപ്പോൾ അന്നത്തെ നിയമം ഒരേ പ്രസവത്തിലുണ്ടായ ബ്രദറും സിസ്റ്ററും അല്ല, പിന്നെയും ജനിക്കല്ലേ. അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്? വിവാഹം കഴിച്ചിരുന്നത്. മനസ്സിലായില്ലേ? നേരെയല്ല. പിന്നെയോ അങ്ങനെ. അപ്പോൾ ഒരു വയസ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അന്നത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ എത്ര കാലം അവർ ജീവിക്കണത്. ഇന്നത്തെ വയസ്സ് എത്രയാണ്? ശരാശരി മനുഷ്യൻ്റെ ആയുർദൈർഘ്യം 60-70. ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 100 ആയി വരുന്നുണ്ട്. അപ്പോൾ നോക്കൂ, അന്ന് 950, 1000 ഒക്കെ കൊല്ലാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത്. നൂഹ് നബി അലൈഹി സ്വലാമയുടെ വയസ്സ് ഖുർആൻ പറഞ്ഞത് എത്രയാണ്? അൽഫസന ഇല്ലാ 50 ആമ. 1000 വർഷം മൈനസ് 50 എന്ന് പറഞ്ഞാൽ 950. അത്ര കാലമൊക്കെ ജീവിക്കുന്ന മനുഷ്യന്മാരാണെന്നുള്ളത്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, നോക്കൂ നിങ്ങൾ, അങ്ങനെ അവരിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പൊക്കിൾ കൊടി ബന്ധം എന്ന് നമ്മൾ പറയുന്നില്ലേ, ഈ കുട്ടികൾക്കൊക്കെ എന്തുണ്ട്? പൊക്കിൾ കൊടി ഉണ്ടാവും. പൊക്കിൾ കൊടി ഇല്ലാത്തവരാണ് ആദിപിതാവും ആദിമാതാവും. അവർക്ക് പൊക്കിൾ കൊടി ഇല്ല. കാരണം ഒരു ഉമ്മാൻ്റെ ഗർഭാശയത്തിലൂടെ ആയിട്ടല്ല അവർ വന്നത്. ഇവിടെ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഏതടയാളമുണ്ട്? പൊക്കിൾ കൊടിയില്ലേ? പൊക്കിൾ കൊടി നമ്മളോട് പറയുന്നത് എന്താ? ഓരോ പൊക്കിൾ കൊടിയും അതിൻ്റെ ഉടമയായ മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? മനുഷ്യ, നിനക്കൊരു ഉമ്മയുണ്ട് എന്നാണ്. ഈ ബന്ധം ചെന്നവസാനിക്കുന്നത് ഏത് പൊക്കിൾ കൊടിയിലാണ്? ആദിമാതാവിൻ്റെ പൊക്കിൾ കൊടിയിലാണ്. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ സുന്ദരമായി നമുക്ക് പറഞ്ഞു തരുന്ന വേറെ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥമുണ്ടോ? റഹം. നോക്കി നിങ്ങൾ, റഹമിൻ്റെ ബഹുവചനാണെന്ത്? അർഹാം. നമ്മൾ വിചാരിച്ച് നമ്മളെ കൂടിയിൽ കുട്ടികളും മക്കളും വേറെ കുട്ടികളൊക്കെ അവർ മാത്രമാണ് ബന്ധമുള്ളവർ. എല്ലാ മനുഷ്യരും ഇങ്ങനെ പൊക്കിൾ കൊടി ബന്ധമുള്ളവരാണ്. അതാദ്യമായി അംഗീകരിക്കണം. അതുകൊണ്ടാണ് ആദ്യത്തെ സംബോധന മനുഷ്യവർഗമേ, നിങ്ങളൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് എന്ന നിലക്ക്. ഇന്നല്ലാഹ അലൈക്കും റഖീബ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല റഖീബാണ്. റഖീബ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പം അങ്ങനെ ഒരു വലിയ പാഠമാണ് ആദ്യത്തെ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. രണ്ടാമത്തെ ആയത്ത്, وَآتُوا الْيَتَامَى أَمْوَالَهُمْ وَلَا تَتَبَدَّلُوا الْخَبِيثَ بِالطَّيِّبِ وَلَا تَأْكُلُوا أَمْوَالَهُمْ إِلَى أَمْوَالِكُمْ إِنَّهُ كَانَ حُوبًا كَبِيرًا. وَآتُوا الْيَتَامَى أَمْوَالَهُمْ.
അനാഥകൾക്ക് നിങ്ങൾ അവരുടെ സമ്പത്ത് നൽകണം. യതീം എന്നതിൻ്റെ ബഹുവചനം ആണെന്ത്? യതാമ. മരീൽ എന്നതിൻ്റെ ബഹുവചനമാണെന്ത്? മർള. കേട്ടോ, മരീൽ മർള, യതീം യതാമ, അനാഥകൾ. ഐത്താം എന്നും പറയും. യതീമിന് ഐത്താം എന്നും ബഹുവചനമുണ്ട്. വാത്തുൽ യതാമ അംവാലഹും, അനാഥകൾക്ക് അവരുടെ സ്വത്ത് നിങ്ങൾ നൽകണം എന്ന് പഠിച്ചോൻ പറയുന്നത് എന്താ? നൽകാത്ത അവസ്ഥ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ്. വാപ്പണ് മരിച്ചാൽ പിന്നെ ഈ മക്കളുടെ സമ്പത്ത് മുഴുവൻ മറ്റുള്ള ആളുകൾ കൈവശപ്പെടുത്തും. ഏറ്റവും കൂടുതൽ കൈവശപ്പെടുത്തിയിരുന്നത് ആരാണ്? പിന്നെ ഈ വാപ്പാൻ്റെ ജ്യേഷ്ഠനോ അനിയന്മാരോ ഒക്കെ ആൾക്കാരെല്ലാം അടുത്തുണ്ടാകുക, അല്ലെങ്കിൽ ബാക്കിയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കും ഈ സ്വത്ത് കൈവശപ്പെടുത്തുക. ഈ അനാഥകൾക്ക് കൊടുക്കേണ്ട സ്വത്ത് കൈവശപ്പെടുത്തുക. ശരിക്ക് ഒരു പിതാവ് മരിച്ചാൽ പിതൃസ്ഥാനീയനായി വരേണ്ടതാണ് പിതാവിൻ്റെ ജ്യേഷ്ഠനോ അനിയനോ, ബ്രദേഴ്സ്, അല്ലേ? അതേപോലെ തന്നെ ബാപ്പ ഉണ്ടെങ്കിൽ, വല്ലിപ്പ ഉണ്ടെങ്കിൽ ഇവരുടെ കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? വല്ലിപ്പയാണ്. അതുകൊണ്ടാണ് വസിയത്ത് ചെയ്യണമെന്ന് പറഞ്ഞത്. ആ വല്ലിപ്പാൻ്റെ സ്വത്തിൽ പിന്നെ അവകാശം ഈ മകൻ മരിച്ചുപോയ മകനില്ല. കാരണം മറ്റു മക്കളും ഒക്കെ ഉണ്ടായത് കൊണ്ട് ഫസ്റ്റ് റോ അവകാശികൾ ഉണ്ടെങ്കിൽ സെക്കൻഡ് റോയിലുള്ള അവകാശികൾക്ക് എന്തില്ല? അനന്തരാവകാശം. നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് ഇത് കേട്ടോ. ഇതെല്ലാം ശരിക്കും പഠിച്ചു പോകണം. വേറെല്ലാവരും 10 വെക്കാൻ നിൽക്കണ്ട. നമ്മളെ സ്വത്തൊക്കെ നമുക്ക് തന്നെ ഊരിയേക്കാൻ കഴിയണം. ഇത് ഈ സക്കാത്തിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ഇതിൽ സംശയം തീരാതെ പോയത്. ശരിക്കും വേറെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണ്. ഇത് അത്ര വലിയ പിന്നെ ഐൻസ്റ്റീൻ്റെ ബുദ്ധിയൊന്നും വേണ്ടത് മനസ്സിലാക്കാൻ. ചെറിയ ചെറിയ കണക്കാണ് പഠിച്ച നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് അത് ഓരിക്കലും വരുമ്പം പിന്നെ സംശയങ്ങളും കൂടി മറ്റേ മൗലവി എങ്ങനെയാണ് പറഞ്ഞത് എങ്ങനെയും കൊടുക്കാമല്ലോ. മറ്റേ ആളോട് ഫത്വ ചോദിക്കുക. ഫത്വ ചോദിക്കുന്ന അപ്പം തന്നെ മനസ്സിലാക്കണം മൂപ്പർ എന്തോ സംഗതി അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഫത്വ ചോദിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നവരെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഭയപ്പെടേണ്ടത്. അള്ള പറഞ്ഞ നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനല്ല നമ്മൾ നോക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അള്ള പറയുന്നത് അനാഥ സ്വത്ത് നമ്മുടെ സ്വത്തുമായി കൂടിക്കലരുന്നത് ശരിക്ക് ശ്രദ്ധിക്കണം. അനാഥൻ എന്ന് പറഞ്ഞ നാഥനില്ലാതെ പോയി ബാപ്പയാണ് മരിച്ചു പോകുന്നതോടുകൂടി ആ മക്കളുടെ സംരക്ഷണം. അതുകൊണ്ടാണ് അനാഥ സംരക്ഷണത്തിൻ്റെ കാര്യം റസൂലിന് കൃത്യമായി അറിയാം. അനാഥത്വത്തിൻ്റെ വ്യഥകൾ ജീവിതത്തിൽ എമ്പാടും അനുഭവിച്ചു തീർത്ത ആളാണ് ആര്? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പത്തിൽ തന്നെ യതീമായി. അല്ലേ? നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആര് മരിച്ചു? ബാപ്പ മരിച്ചു പോയില്ലേ? ബാപ്പാ യാ അബത്തി എന്ന് വിളിക്കാൻ ഒരിക്കലും ജീവിതത്തിൽ അവസരം കിട്ടാതെ ജീവിച്ചു വളർന്നവനാണ് ആര്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പാ എന്ന് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ബാപ്പല്ല, അനാഥനാണ്. പിതൃവ്യന്റെ സംരക്ഷണത്തിൽ, പിതാമഹന്റെ സംരക്ഷണത്തിലൊക്കെയാണ് ആര് വളർന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ മാതൃത്വത്തിൻ്റെ പരിലാളനകളും സ്നേഹവും അതൊക്കെ അനുഭവിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ആര് മരിച്ചുപോയി? ഉമ്മയും മരിച്ചുപോയി. പരിപൂർണമായ അനാഥത്വം. അതിൻ്റെ എല്ലാ സങ്കടങ്ങളും. അതുകൊണ്ട് ആ ഖുർആൻ നബിയെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് വവജദക യതീമൻ ഫആവാ. നബിയെ നിങ്ങൾ അനാഥനായി നാം കണ്ടില്ലേ? വവജദക യതീമൻ അങ്ങനെ തന്നെയല്ലേ ആയത്ത്? ഇങ്ങനെ തുടങ്ങുന്നത് എങ്ങനെയാണ്? അലം യജിദ്ക, അങ്ങനെയാണ് കേട്ടോ. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. റസൂലിന്റെ കഷ്ടപ്പാടുകളാണ് അവിടെ പറയുന്നത്. അലം യജിദ്ക യതീമൻ ഫആവാ, നിങ്ങൾ അനാഥനായിരുന്നു, നിങ്ങൾക്ക് ഞാൻ അഭയം നൽകിയില്ലേ? വവജദക ളാല്ലൻ, വഴിയറിയാത്തവനായി നിങ്ങളെ കണ്ടു, നിങ്ങൾക്ക് നാം സന്മാർഗം കാണിച്ചു തന്നില്ലേ? വവജദക ആയിലൻ, ആയിൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാരാബ്ധമുള്ളവനാണ്. അറബി ഭാഷയിൽ കൊളോക്കിയൽ ലാംഗ്വേജിലൊക്കെ
ഫാമിലി ഉള്ള ആൾക്ക് എന്താണെന്ന് പറയാ, ആയില എന്ന് ഫാമിലിക്ക് മൊത്തത്തിൽ പറയും. കാരണം ഒരു പ്രാരാബ്ദമാണ്. കുടുംബമൊക്കെ സംഗതിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തായി, ഓനെ പിന്നെ കുട്ടികളെ നോക്കണം. നോക്കുന്ന ആൾക്കാർക്ക്, നോക്കാത്തവർക്ക് ഇപ്പം എന്താ, അവർക്കൊന്നുമില്ല. അപ്പോൾ കുടുംബത്തെ പോറ്റുക, അവരെ സംരക്ഷിക്കുക, അവരെ വളർത്തുക, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് മനുഷ്യരായ നമ്മൾ, മുഅ്മിനുകളായ നമ്മൾ അവരുടെ ജീവിത ദൗത്യമായി ഇവിടെ നിർവഹിക്കേണ്ട ഒരു ബാധ്യതയാണ്. ആയിൽ എന്ന് പറഞ്ഞാൽ അതാണ്. പ്രാരാബ്ധനക്കാരനായി കണ്ടിട്ട് നബി എന്താക്കി, ഫഅഗ്ന, നിങ്ങൾക്ക് ധന്യത നൽകി. അവിടെ നോക്കൂ, യതീമിൻ്റെ കാര്യം വളരെ ശ്രദ്ധാപൂർവം നമ്മളെ പഠിപ്പിക്കുകയാണ് ഖുർആൻ. വആതുൽ യതീമ അംവാലഹും, അനാഥകളുടെ സ്വത്ത് അവർക്ക് തന്നെ നിങ്ങൾക്ക് നൽകണം. വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ്. നോക്കൂ, അള്ളാഹു രണ്ട് കാര്യം, ഒന്ന് ഖബീസാണ്, ഒന്ന് ത്വയ്യിബാണ്. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലത്. ഖബീസ് തീയത്, മോശമായത്. കേട്ടോ, ഒന്ന് ഉത്തമമായത്, ഒന്ന് മ്ലേച്ഛമായത്. അപ്പോൾ ഇത് രണ്ടിനെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? തബദ്ദല യതബദ്ദലു, ഖബീസിനെ ത്വയ്യിബുമായി നിങ്ങൾ കൂട്ടിക്കലർത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്വത്ത് നിങ്ങൾക്ക് അർഹമല്ലാത്ത സ്വത്തുമായി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടിക്കലർത്താൻ പാടില്ല എന്നാണ്. നല്ലതിന് പകരം ദുഷിച്ചത് നിങ്ങൾ മാറ്റിയെടുക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ വലാ തതമത്തഉ ബിമാലിൽ യതീം, അനാഥകളുടെ സ്വത്ത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അത് ഉപയോഗിച്ച് നിങ്ങൾ സുഖിക്കാൻ പാടില്ല എന്നാണ്. അതവർക്ക് തന്നെ നിങ്ങൾ നൽകണം. വലാ തഅകുലൂ അംവാലഹും ഇലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിനോട് കൂട്ടിച്ചേർത്ത് അവരുടെ സമ്പത്ത് ഒരിക്കലും നിങ്ങൾ തിന്നാൻ പാടില്ല. വലാ തഅകുലൂ അംവാലഹും ഇലാ അംവാലിക്കും. ഇവിടെ ഇലാ എന്നുള്ളത് നോക്കൂ നിങ്ങൾ, ബി മഅന മഅ എന്നാണ്. വലാ തഅകുലൂ അംവാലഹും മഅ അംവാലിക്കും. അവിടെ ഇലാ എന്നതിൻ്റെ ആശയം എന്താണ്? മഅ, അതിൻ്റെ കൂടെ. വലാ തഅകുലൂ അംവാലഹും ഇലാ ഐ യഅനി മഅ അംവാലിക്കും മഖ്ലൂത്തൻ വ മൽമൂമത്തൻ എന്നർത്ഥം. അതുമായി നിങ്ങൾ കൂട്ടിക്കലർത്താൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഇന്നഹു കാന ഹുബൻ കബീറ, നിശ്ചയമായും അത് ഹൂബ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ അലീം. ഹൂബിൻ്റെ അർത്ഥം തന്നെ എന്താണ്? മഹാപാപമാണ്. അപ്പോൾ ഏറ്റവും വലിയ മഹാപാപം. ഹൂബ് എന്ന പദം അള്ളാഹു ഒരു പാപത്തിന് വേണ്ടി ഏത് കാര്യത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്? അഖ്ലു മാലുൽ യതീം. ഏറ്റവും ഹൂബ് പറഞ്ഞാൽ ഇസ്മുൻ അലീമാണ്. ഹൂബുൻ കബീർ എന്ന് പറഞ്ഞാലോ ഇസ്മുൻ അലീമുൻ കബീർ, മഹാപാപമാണ്. അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇന്നഹു കാന ഹുബൻ കബീറ. 220 സൂറ ആൽ ഇംറാനിലെ 220 ആയത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? സോറി, ബക്കറയിലെ في الدنيا والآخرة ويسألونك عن اليتامى, അനാഥകളുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്നു. ഖുൽ ഇസ്ലാഹുൽ ലഹും ഖൈർ. കേട്ടോ, അതിൽ നിങ്ങൾ നല്ല നടപടി സ്വീകരിക്കലാകുന്നു നിങ്ങൾക്ക് ഗുണകരം. വഇൻ തുഖാലിതൂഹും, ഇനി ആ അനാഥകളുമായി നിങ്ങൾ ഇടപഴകി ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ ഫഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. കേട്ടോ, ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്, അള്ളാഹു നിങ്ങളുടെ കൂട്ടത്തിൽ ഫസാദ് ഉണ്ടാക്കുന്നവനെയും അതേപോലെ തന്നെ നല്ല നടപടിക്കാരനെയും അവൻ അറിയുന്നുണ്ട്. വലൗ ശാ അല്ലാഹു ലഅഅനതകും ഇന്നല്ലാഹ അസീസുൻ ഹകീം.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം തന്നെ നീക്കിക്കളയുക തന്നെ ചെയ്യും. അപ്പോൾ ഒരുമിച്ച് കൂടിക്കലർന്ന് ജീവിക്കുന്ന സന്ദർഭത്തിൽ അനാഥകളുടെ അതിൽ പിന്നെ അവരുടെ സമ്പത്തിനെ സംരക്ഷിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരോട് ഒന്നിച്ച് ജീവിക്കുന്ന രീതിയിൽ അത് ഭക്ഷിക്കുന്നതിന് വിരോധമല്ല എന്ന് ആര് പറയുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെയുള്ള ആ സഹവാസത്തിൽ നിങ്ങൾ നടത്തുന്ന കാര്യങ്ങളല്ലാത്ത നിലക്ക് അവരുടെ സ്വത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ സമ്പത്തിനെ മലിനമാക്കരുത് എന്നാണ് ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ചെറുതും വലുതുമായവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ പറ്റിപ്പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകളെ റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫضل കൊണ്ട് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അല്ലാഹുവേ അവരുടെ രോഗത്തിന് നീ പരിപൂർണ്ണ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക